കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് കർഷകർ. ദില്ലി ചലോ മാർച്ച് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ ഹരിയാന പോലീസും തടഞ്ഞു. കർഷകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതവും പ്രയോഗിച്ചു. നിരവധി കർഷകർക്ക് പരിക്കേറ്റു. അച്യുതൻ നൽകും ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. അച്യുതൻ, ഇപ്പോൾ തൽക്കാലത്തേക്ക് കർഷകർ പിന്മാറിയെന്ന ഒരു അപ്ഡേറ്റ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? അപ്പോൾ തുടർ നീക്കങ്ങൾ എന്താണ് കർഷകരുടെ ഭാഗത്തുനിന്ന്? പ്രജിൻ, ഇന്ന് 12 മണിയോടുകൂടിയാണ് കർഷകർ വീണ്ടും ദില്ലി ചലോ മാർച്ച് പുനരാരംഭിച്ചത്. എന്നാൽ അത് ശംഭു അതിർത്തിയിൽ വെച്ച് തന്നെ ഹരിയാന പോലീസ് തടയുകയാണ് ഉണ്ടായത്. കർഷകരോട് പിന്തിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. അനുമതിയില്ലാതെ ഡൽഹിയിലേക്ക് പ്രവേശനം നൽകില്ല എന്നായിരുന്നു പോലീസ് ആവർത്തിച്ചത്. എന്നാൽ കർഷകർ ഡൽഹിയിലേക്ക് തങ്ങൾക്ക് പോകാൻ അനുമതി നൽകണമെന്നും പ്രതിഷേധിക്കുവാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നും പോലീസിനെ അറിയിച്ചു. പക്ഷേ പോലീസ് അവരുടെ നടപടി ശക്തമാക്കുകയാണ് ഉണ്ടായത്. കർഷകർ പിന്തിരിയാതായതോടെ കർഷകർക്ക് നേരെ കണ്ണീർ വാതകവും ജലപീരങ്കിയും പോലീസ് പ്രയോഗിച്ചു. തുടർന്ന് ഏതാണ്ട് 17ഓളം കർഷകർക്കാണ് ഈ ഒരു പോലീസ് നടപടിയെ തുടർന്ന് പരിക്കേറ്റത്. ഈ സാഹചര്യത്തിലാണ് നിലവിലിപ്പോൾ കർഷകരുടെ ദില്ലി ചലോ മാർച്ച് അതിപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. ഇതിൽ കർഷക സംഘടനാ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് അവരൊരു വാർത്താ സമ്മേളനം ഉടൻ വിളിച്ചു ചേർക്കുമെന്നും അതിൽ എന്താണ് അവരുടെ അടുത്ത സ്ട്രാറ്റജി എന്താണെന്നുള്ളത് അവർ അതിൽ വ്യക്തമാക്കുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ദില്ലി ചലോ മാർച്ച് അത് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. പോലീസിൻ്റെ നടപടിയെ തുടർന്നാണ് താൽക്കാലികമായി ഇതിൽ നിന്നിപ്പോൾ പിന്മാറിയിരിക്കുന്നത്. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും താൽക്കാലികമായി കർഷകർ പിന്മാറിയിട്ടുണ്ട്. എന്തായാലും അതിൽ നടപടി എന്താണ്, തുടർ നീക്കങ്ങൾ എന്താണ്, ഇനി തീരുമാനങ്ങൾ എന്താണെന്നൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാനും കഴിയും.